ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവരും പ്രിലിംസിന്റെ ഡേറ്റ് വന്നതും അതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്കായി ഞാൻ അതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് പോയി കാണുക. അതിൽ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ജില്ലയിൽ എപ്പോൾ നടക്കും എന്നുള്ളത് ഹാൾ ടിക്കറ്റ് വരുന്നതിനനുസരിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും എല്ലാവരും 20-ാം തീയതി തന്നെ എക്സാം നടക്കും എന്ന് കരുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. 62/2019 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 50 GK ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. VEOയിലേക്ക് നടന്ന എക്സാം ആണ്. അപ്പൊ നമുക്ക് ഇതിലെ ഫസ്റ്റത്തെ 50 GK ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അഡ്മിറൽ വാൻ റീഡ്. അഡ്മിറൽ വാൻ റീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത്. 22ാമത്തെ ചോദ്യം, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കിഴിയൂർ ബോംബ് കേസ് അഥവാ കിഴിയൂർ ബോംബാക്രമണം. 23ാമത്തെ ചോദ്യം, ജാസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അക്ബർ. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഹോമി ജെ ബാബ. ഇങ്ങനെയുള്ള ഓരോ പിതാക്കന്മാരെ നമ്മൾ പഠിച്ചിരിക്കണം. VEOക്ക് തന്നെ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ LGSന് തീർച്ചയായും ചോദിക്കും. 25ാമത്തെ ചോദ്യം, കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി അമേരിക്കൻ വിപ്ലവം. 26ാമത്തെ ചോദ്യമാണ് അടുത്തത്, ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആഗ്നേയ ശില. നമ്മളെ പ്രിലിംസിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ ആഗ്നേയ ശിലയാണ്. 27ാമത്തെ ചോദ്യം, ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം അല്ലെങ്കിൽ കാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഹാർമാറ്റൺ ആണ്. 28ാമത്തെ ചോദ്യം, GPS എന്ന ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി USA. 29, ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കോണ്ടൂർ രേഖയാണ്. ഇതും നമുക്ക് PSCയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം. പിന്നെ കാറ്റുകളെ കുറിച്ച് PSC സ്ഥിരമായി ചോദിക്കാറുണ്ട്. അത് ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കാനാണ് സാധ്യത സാധാരണ PSC. പക്ഷെ LGS ലെവലാകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കാൻ സാധ്യതയായിട്ട് കാണുന്നത്. എങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ള കാറ്റുകളെ കുറിച്ച് കൂടി പഠിച്ചിരിക്കുക. 30ാമത്തെ ചോദ്യം, ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം ഏതാണ്? അതിന് PSC ആൻസർ ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ ആൻസർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. 31ാമത്തെ ചോദ്യം, കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി കിഴക്കൻ തീരമേഖലയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. 32ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കിസാൻ മസ്ദൂർ സംഘടന. ഇത് ഈ വരുന്ന ഏതെങ്കിലും ഒരു 4 എക്സാമിൽ ഒരു ചോദ്യം ഇതായിരിക്കും, നിങ്ങൾക്ക് ഉറപ്പിക്കാം. സാധാരണ PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് തന്നെ. 33ാമത്തെ ചോദ്യം, സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് ഏത് മാസമാണ്, ഏത് ഡേറ്റ് ആണ്, ഏത് വർഷമാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ നവംബർ 1, 2012 നവംബർ 1, 2012 സേവനാവകാശ നിയമം കേരളത്തിൽ സർക്കാർ കൊണ്ടുവന്നത്. 34ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ശ്യാം ശരൺ നേഗിയാണ്. 35ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? 34ാമത്തെ ആൻസർ ശ്യാം ശരൺ നേഗിയാണ്. 35ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 10.
36ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ആരും പോയി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ഒന്നും അമർത്തിയേക്കരുത്. സാധാരണ PSC ഇങ്ങനെ ഒരു ചോദ്യം തന്ന ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇതായിരിക്കും. എല്ലാവരും പോയി അമർത്തുന്ന ഒരു ആൻസറും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഓർക്കണം, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ എന്നുള്ളത്. 37ാമത്തെ ചോദ്യമാണ് അടുത്തത്. GST നിലവിൽ വന്നത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ ഡി 2017 ജൂലൈ 1-നാണ്. 38ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയിട്ടുണ്ട്. 39ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. 40ാമത്തെ ചോദ്യമാണ് അടുത്തത്. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നീതി ആയോഗ്. 41ാമത്തെ ചോദ്യം. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി 3 മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 42ാമത്തെ ചോദ്യം. സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? ആൻസർ ഓപ്ഷൻ ബി ശ്വാസകോശമാണ്. നമ്മൾ ഈ കൊറോണ പോലെ തന്നെയാണ്. 43ാമത്തെ ചോദ്യം. എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 42. 44ാമത്തെ ചോദ്യം. മണ്ണില്ല കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് ആണ് മണ്ണില്ല കൃഷി എന്നറിയപ്പെടുന്നതാണ് ഹൈഡ്രോപോണിക്സ്. 45ാമത്തെ ചോദ്യം. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കരൾ. 46ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തമിഴ്നാടാണ്. 47ാമത്തെ ചോദ്യം. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പ്. 48ാമത്തെ ചോദ്യം. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബിസ്മത്ത്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹമാണ് ബിസ്മത്ത്. 49. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സോഡിയം. 50ാമത്തെ ചോദ്യം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സാക്കറിൻ. ഇത് PSC എന്തായാലും ഈ വരുന്ന പ്രിലിംസിൽ ചോദിക്കും. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഇങ്ങനത്തെ ഒരു ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും. കാരണം ഇതുപോലെ LGS ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഏതാണെന്നുള്ളത് അതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി സാക്കറിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? സൗരയൂഥ മാതൃക അവതരിപ്പിച്ചതാണ് ആൻസർ ഓപ്ഷൻ സി റൂദർഫോർഡ്. ഇതിൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവര് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാധാരണ JJ തോംസണും അങ്ങനെ നീൽസ് ബോറൊക്കെയാണ് തരാറ്, പക്ഷെ ഇത് എളുപ്പത്തിൽ തന്നെ തന്നിട്ടുണ്ട് റൂദർഫോർഡ് എന്നുള്ളത്. 52ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രിന്റർ. ഇതൊന്നും പിന്നെ ഈ വരുന്ന എക്സാമിൽ ചോദിക്കില്ല, നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഭാഗമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് പെട്ടെന്ന് തന്നെ ഓടിച്ചു പോകാം. 53ാമത്തെ ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ CPU. 54ാമത്തെ ചോദ്യം. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ചാൾസ് ബാബേജ് ആണ്. 55ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലിനക്സ് ആണ്. ഇനി മുതലാണ് നമുക്ക് നോക്കാനുള്ളത് 56 മുതൽ. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ സി ബ്രിട്ടൻ. 57ാമത്തെ ചോദ്യം. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 51A. ഇതും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്. ഞാൻ ഇങ്ങനെ കള്ളിയിലിട്ട് വെക്കുന്നതെല്ലാം നിങ്ങൾ ഒരു നോട്ടിലേക്ക് എഴുതിയെടുത്താൽ തന്നെ ഒരു 40% മാർക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും.
ബാക്കിയുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രയത്നം പോലെ തന്നെ ചെയ്യണം. എനിക്കാവുന്നത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. 58ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ. 32ാം വകുപ്പിനെ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്കനെ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വായിച്ചിട്ട് ജവഹർലാൽ നെഹ്റു എന്ന് പോയി അമർത്തരുത്. അതുകൊണ്ടാണ് PSC അങ്ങനെ തന്നെ തന്നത്. നിങ്ങൾ ഏ ആൻസർ ആണ് എന്ന് ഉറപ്പിക്കുന്നതിന് മുന്നേ 1 or 2 തവണ വായിക്കുന്നത് വളരെ നന്നായിരിക്കും. 59ാമത്തെ ചോദ്യം. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 44ാം ഭേദഗതി. 60ാമത്തെ ചോദ്യം. പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നാഗാലാൻഡ് ആണ്. ഭരണഘടനാ പദവി നിലനിൽക്കുന്ന സംസ്ഥാനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നാഗാലാൻഡ് ആണ്. അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 61ാമത്തെ ചോദ്യം. ICC ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ ഇംഗ്ലണ്ട്. ഇത് നമുക്ക് എപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, കാരണം 2019 62ാമത്തെ ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ശക്തികാന്ത് ദാസ്. 63ാമത്തെ ചോദ്യം. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഫ്രാൻസ്. 64ാമത്തെ ചോദ്യം. നിപ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കോഴിക്കോട്. 65ാമത്തെ ചോദ്യം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി KM മാണി. 66ാമത്തെ ചോദ്യം. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കൂടിയാട്ടം. 67ാമത്തെ ചോദ്യം. 2018 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഉഷ്ണരാശി. LGS ലെവൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇത് ആർക്ക് കിട്ടിയെന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇതൊരു VEOന്റെ ഒരു ലെവൽ ആയതുകൊണ്ടായിരിക്കാം അതിന്റെ കൃതി തന്നെ ചോദിച്ചത്. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ കൃതിയും ആളെ കൂടി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൃതി ചോദിച്ചാൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ എടുത്തു പറയാൻ കാരണം. 68. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ക്രിക്കറ്റ്. അതുപോലെ തന്നെ PSCയുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനിൽ ഒന്നാണിത്. ഈ ട്രോഫികൾ, ഓരോ ട്രോഫികളും ഏതൊക്കെ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഒരു സംഭവം തരും, അത് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യങ്ങളുടെ ശൈലിയാണ്. അപ്പൊ നമുക്ക് 69ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഷൈനി വിൽസൺ ആണ്. 70ാമത്തെ ചോദ്യം. മലയാള സിനിമയുടെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ JC ഡാനിയൽ. JC ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ്. അപ്പൊ നമ്മൾ ഇതിലെ 50 GK ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാത്തത് ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളതല്ല പറഞ്ഞത്. നിങ്ങൾ എല്ലാം പഠിക്കണം. നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരു നോട്ടിലേക്ക് മാറ്റി എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്കറിയാം ഏറിപ്പോയാൽ ഒരു 30-32 ദിവസം കൂടി പ്രിലിംസ് എക്സാമിനുള്ളൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. എല്ലാവരും സിലബസ് അനുസരിച്ച് പഠിച്ച് കഴിയാറായിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരും ഫെബ്രുവരിയിൽ എക്സാമിന് വേണ്ടി കാത്തിരുന്നവരാണ്. പല യൂട്യൂബേഴ്സും പല ചാനലുകളിലും പല ഓൺലൈൻ ആപ്പുകളിലുമായിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഫേക്ക് ന്യൂസുകൾ ഇനി വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ടും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതിനു മുന്നേ ഒരു കാര്യം കൂടി, നിങ്ങളുടെ മാർക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എന്നാണ് എക്സാം അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണാത്തവർ പോയി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.